നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് കോണ്ടസ്റ്റ് ഫ്രീ ലാംഗ്വേജ് എന്താണ്, കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമർ എന്താണ്, എങ്ങനെയാണ് നമുക്കൊരു സ്ട്രിങ്ങും ഒരു കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമറും തന്നാൽ ആ സ്ട്രിങ് ഈ കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമർ വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക, എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക എന്ന് നോക്കുക. ആൻഡ് അതിനോട് കണക്റ്റഡ് ആയിട്ട് നമ്മൾ ഡെറിവേഷൻ ട്രീ പഠിച്ചു. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിലാണെങ്കിൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആൻഡ് റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ പഠിച്ചു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു സെക്ഷൻ നോക്കുകയാണ്. ഇതിനോട് കണക്റ്റഡ് തന്നെയാണ്, നമ്മൾ ഈ ഗ്രാമർ വെച്ച് സ്ട്രിങ് ഡിറൈവ് ചെയ്യുന്ന സെക്ഷനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് പഠിക്കുന്നത്. അതിൻ്റെ പേരാണ് ആംബിഗ്വിറ്റി. ഒരു ആംബിഗ്വസ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണ് ആക്ച്വലി? അതിൻ്റെ മീനിങ് അറിയുമെങ്കിൽ ഇതെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ആംബിഗ്വസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംബിഗ്വസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ കാര്യത്തിനെ ഒന്നിൽ കൂടുതൽ തരത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് ആംബിഗ്വിറ്റി എന്ന് പറയുന്നത്. ഒരേ സാധനത്തിന് ഒന്നിൽ കൂടുതൽ തരത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുക, അതിനാണ് ആംബിഗ്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻ കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമർ അതിലേക്ക് വരികയാണെങ്കിൽ, ആ ഒരു ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ, എന്താണ് ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? ഒരു ഗ്രാമർ ആയിരിക്കും ആൻഡ് ഒരു സ്ട്രിങ്ങും ഉണ്ടാവും. അപ്പോൾ ഇതിലെങ്ങനെയാണ് ആംബിഗ്വിറ്റി വരിക എന്ന് വെച്ചാൽ, സെയിം ഗ്രാമർ വെച്ചിട്ട് 2-3 തരത്തിൽ നമുക്ക് ഒരേ സ്ട്രിങ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ ഗ്രാമർ ആംബിഗ്വസ് ആണെന്ന് പറയാൻ പറ്റും. കറക്റ്റ് ഡെഫിനിഷൻ പോലെ പറയുകയാണെങ്കിൽ, എ ഗ്രാമർ വിച്ച് ജനറേറ്റ്സ് 2 or more ഡെറിവേഷൻ ട്രീസ് ഈസ് കോൾഡ് ആൻ ആംബിഗ്വസ് ഗ്രാമർ. നമ്മൾ ഒന്നിൽ കൂടുതൽ തരത്തിൽ ഡിറൈവ് ചെയ്ത ഒരു സ്ട്രിങ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഒബ്വിയസ്ലി അതിനനുസരിച്ച് നമുക്ക് വ്യത്യാസത്തിലുള്ള 2-3 തരത്തിലുള്ള ഡെറിവേഷൻ ട്രീസും കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരേ കാര്യത്തിനെ ഒരേ സ്ട്രിങ് ജനറേറ്റ് ചെയ്യാൻ ഒന്നിൽ കൂടുതൽ തരത്തിൽ ഡെറിവേഷൻ ട്രീസ് വരയ്ക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ തരത്തിൽ ഒരേ ഗ്രാമർ വെച്ച് ഒരു സ്ട്രിങ്ങിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കതിനെ ആംബിഗ്വസ് ഗ്രാമർ എന്ന് പറയാൻ പറ്റും. നമ്മുടെ ക്വസ്റ്റ്യൻ വരിക, ഒരു സ്ട്രിങ്ങും ചിലപ്പോൾ സ്ട്രിങ് തരില്ല കേട്ടോ, പ്രൊഡക്ഷൻ മാത്രമേ തരുള്ളൂ. അപ്പോൾ പ്രൊഡക്ഷൻ റൂള് തരും, എന്നിട്ട് അതിൽ വരുന്ന സ്ട്രിങ്സ് ആംബിഗ്വസ് ആണോ എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ആ പ്രൊഡക്ഷൻ റൂൾ വെച്ചിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യണം ഏത് സ്ട്രിങ്ങാണ് ആ പ്രൊഡക്ഷൻ റൂളിൽ പറ്റുക എന്നുള്ളത്. നിങ്ങൾ ആ ഗ്രാമർ വെച്ചിട്ട് നോക്കണം എന്താണ് ആ പ്രൊഡക്ഷൻ തന്നിരിക്കുന്നത് എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള സ്ട്രിങ്സ് നിങ്ങൾ തന്നെ ജനറേറ്റ് ചെയ്ത് അത് ആംബിഗ്വസ് ആണോ നോക്കുക. ഒരു എക്സാമ്പിൾ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഈ എക്സാമ്പിൾ കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ആംബിഗ്വസ് എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നിൽ കൂടുതൽ ഡെറിവേഷൻ ട്രീസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ തരത്തിൽ ഒരേ സ്ട്രിങ്ങിനെ ഒരേ ഗ്രാമർ വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനെ നമുക്ക് ആംബിഗ്വസ് ഗ്രാമർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനൊരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പ്രൊഡക്ഷൻ റൂൾ എഴുതുവാണ്. എസ് ഗീവ്സ് എസ് ബി എസ് ബാർ എ. ഇതാണ് ഇപ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒറ്റ ലൈനേ ഉള്ളൂ കേട്ടോ. എസ് ഒക്കെ ക്യാപിറ്റലാണ്, അപ്പോൾ ഒബ്വിയസ്ലി സ്റ്റാർട്ട് സിമ്പിൾ എസ് ആണ്. ആൻഡ് ഇതിൻ്റെ പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ പറ്റുന്ന സ്ട്രിങ്സ് എന്തൊക്കെയായിരിക്കും? എസ് ബി എസ് ബാർ എ. അപ്പോൾ പറ്റുന്ന സ്ട്രിങ്സ് എന്തൊക്കെയായിരിക്കും? എ പറ്റും, പിന്നെ എ ബി എ പറ്റും, പിന്നെ എ ബി എസ് ബി എസ്, എ ബി എ പറ്റും. അങ്ങനെ നമുക്ക് നോക്കി എഴുതാൻ പറ്റും. ഇത് എങ്ങനെ ഞാൻ എഴുതിയെന്ന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എസ്സിന് എ എന്നുള്ളത് അവർ തന്നിട്ടുണ്ട്, പിന്നെ ഞാൻ എസ്സിനൊക്കെ എ എന്നുള്ളത് അപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ ആദ്യത്തെ എ ബി എ ആണ്, എസ്സിന് എ കൊടുത്തു, ആൻഡ് പിന്നെ ബി, പിന്നെ എസ്. അപ്പോൾ ആ എസ്സിനും എ കൊടുത്തു, അപ്പോൾ എ ബി എ എന്ന് കിട്ടി എനിക്ക്. ആൻഡ് രണ്ടാമത്തെ ആണെങ്കിൽ ഞാൻ ആദ്യത്തെ എസ്സിന് എ കൊടുത്തു, പിന്നെ ബി അതുപോലെ തന്നെ എഴുതി. രണ്ടാമത്തെ എസ്സിന് ഞാൻ എന്ത് കൊടുത്തു? എസ് ബി എസ് എന്ന് കൊടുത്തു രണ്ടാമത്തെ എസ്സിന്. അപ്പോൾ അതിൽ വീണ്ടും എസ്സിന് എ അപ്ലൈ ചെയ്യുമ്പോൾ എ ബി എ എന്ന് കിട്ടും. നമ്മൾ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് സാമ്പിൾ സ്ട്രിങ് എടുക്കുക. ഏതെങ്കിലും ഒരു സ്ട്രിങ് നിങ്ങളുടെ ഇഷ്ടത്തിന് ജനറേറ്റ് ചെയ്തിട്ട് ആംബിഗ്വസ് ആണോ നോക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതെങ്കിലും ഒരു സ്ട്രിങ് എടുക്കണമെങ്കിൽ ഇങ്ങനെ വേണം നോക്കാനായിട്ട്. ആ സ്ട്രിങ് ഈ പ്രൊഡക്ഷൻ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. സിമ്പിളായിട്ടുള്ള എടുത്താൽ മതി, അതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊന്നും എടുക്കണ്ട.
ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ 2 സ്ട്രിങ്ങും ആണ് ജസ്റ്റ് നോക്കാൻ പോണേ. നമ്മളെപ്പോഴും നല്ലത് ഈ രണ്ടാമത് ഞാൻ പറഞ്ഞിട്ടില്ലേ ABA BA, അതെടുക്കുകയാണ് നല്ലത്. ഇത്ര ചെറിയ സ്ട്രിങ് ABA എന്നുള്ളത് വളരെ ചെറിയ സ്ട്രിങ്ങാണ്. അപ്പോൾ അത് നോക്കിയാൽ നമുക്ക് ആംബിഗ്യസ് ആണോ എന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ കുറച്ചൊരു വലുപ്പമുള്ള ഒരു 5 6 അത്രയും ലെറ്റേഴ്സ് ഉള്ള ഒരു സ്ട്രിങ് എടുക്കുകയാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡെറിവേഷൻ ട്രീ വരയ്ക്കുമ്പോഴും കുറച്ചൊരു വലുപ്പം ഉണ്ടാവും. നിങ്ങൾ തന്നെ സ്ട്രിങ് സെലക്ട് ചെയ്യുമ്പോഴത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണേ. അല്ല ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഞാനിപ്പോൾ ഇത് ക്ലിയർ ചെയ്യുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, എസ് ഗീവ്സ് SBS ഓർ A. അതാണ് നമ്മുടെ പ്രൊഡക്ഷൻ. അത് നമ്മൾ ആ ഗ്രാമർ ആംബിഗ്യസ് ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് ഒരു ഗ്രാമറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്ട്രിങ് എടുക്കുക. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന സ്ട്രിങ് ABA ആൻഡ് ABA രണ്ട് സ്ട്രിങ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ ഐഡിയ പറയുക വെച്ചാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഡെറിവേഷൻ ട്രീസ് ഉണ്ടെങ്കിലാണ് ആംബിഗ്യസ് ആവുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു ബേസിക് സിമ്പിൾ ഐഡിയ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനും റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും എഴുതി നോക്കുക. അത് ആദ്യം ചെയ്ത് നോക്കുക. അപ്പോൾ അധികം ഈ ലെഫ്റ്റ് മോസ്റ്റും റൈറ്റ് മോസ്റ്റും എഴുതുമ്പോൾ ചിലപ്പോൾ അധികം ഒരു 75% നിങ്ങൾക്ക് 2 തരം ഡെറിവേഷൻ ട്രീസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ എളുപ്പമായി. നിങ്ങൾക്ക് ലെഫ്റ്റ് മോസ്റ്റും റൈറ്റ് മോസ്റ്റും എഴുതാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിൽ നിന്ന് തുടങ്ങണം, ഒന്ന് റൈറ്റിൽ നിന്ന് തുടങ്ങണം, അത്രയല്ലേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ചിലപ്പോൾ ഇത് നേരെ മിറർ ചെയ്ത പോലത്തെ ഒരു ട്രീ ആവും കിട്ടുക. ആംബിഗ്യസ് ആണെന്ന് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ചിലതിന് അങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലോജിക്ക് വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നിങ്ങൾ ലെഫ്റ്റ് മോസ്റ്റും റൈറ്റ് മോസ്റ്റും ഒന്ന് ചെയ്ത് നോക്കുകയാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ABA എന്നുള്ള സ്ട്രിങ് ആണ് നോക്കണേ. ഇത് വളരെ ചെറിയ സ്ട്രിങ് ആട്ടോ, ഇതുകൊണ്ട് ശരിക്കും ചിലപ്പോൾ മനസ്സിലാവില്ല ആംബിഗ്യസ് ആണോ എന്നുള്ളത്. എന്നാലും ജസ്റ്റ് ഞാൻ ആ സ്ട്രിങ് നേരത്തെ പറഞ്ഞതുകൊണ്ട് എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ എസ് ഗീവ്സ് SBS ആൻഡ് എസിൻ്റെ ഞാൻ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനാണ് ആദ്യം ചെയ്യണേ. ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനിൽ ലെഫ്റ്റ് മോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതാ വരിക? ES ആണ് ആദ്യം വരിക. ലെഫ്റ്റിൽ കിടക്കുന്ന ES ആണ്. അപ്പോൾ ഞാൻ അതിന് A എന്ന് അപ്ലൈ ചെയ്തു. ABS. ബൈ ദ പ്രൊഡക്ഷൻ S gives A. ആൻഡ് എഗെയിൻ ഞാൻ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ കൊടുത്തു. അപ്പോൾ AB A എന്ന് തന്നെ വരും. അപ്പോൾ S gives A. ഇത്രയും പോർഷൻ ക്ലിയർ ആയാലോ? ABA എന്ന് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്ര ചെറുതായതുകൊണ്ട് അധികവും 2 തരം ഡെറിവേഷൻ ട്രീ ഒന്നും കിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ മാത്രം ലെങ്ത് ഇല്ല ഈ സ്ട്രിങ്ങിന്. ഇനി ഇത് റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണെങ്കിൽ എങ്ങനെയാണ് വരിക? S gives SBS. ഇത് തന്നെയാണ് എടുക്കണേ. ഇപ്പോൾ റൈറ്റ് മോസ്റ്റ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങണം. S gives SBA എന്ന് വരും. ഇവിടെ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് എഴുതണം. S gives A എന്ന് കൊടുത്താൽ ഇങ്ങനെ വരും. ദെൻ S gives റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ കൊടുക്കുക. അപ്പോൾ ABA എന്ന് കിട്ടും. ബൈ ദ പ്രൊഡക്ഷൻ S gives A. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനുമായി ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനുമായി. ഇനി നമ്മൾ എപ്പോഴും ആംബിഗ്യസ് ആണോ എന്ന് പറയുക ഡെറിവേഷൻ ട്രീ വരച്ച് കാണിച്ചിട്ടാണ്. ഡെറിവേഷൻ ട്രീ ആണ് നമ്മുടെ ആംബിഗ്വിറ്റി ഡിസൈഡ് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വ്യത്യാസം ഉണ്ടാവില്ല ചെറിയ സ്ട്രിങ് എടുത്തുകൊണ്ട്. ആദ്യത്തെ ഞാൻ ലെഫ്റ്റ് മോസ്റ്റിൻ്റെയാണ് വരയ്ക്കുന്നത്. SBS. ആദ്യം നമ്മൾ ഈ എസിനാണ് കൊടുത്തത് A, ദെൻ B, ദെൻ ഇവിടെ A. രണ്ടാമത്തേന് എങ്ങനെയായിരുന്നു? SBS ആണെങ്കിൽ ഇവിടെയാണ് കൊടുത്തത് A. ഫിഗറിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഈ ഒരു ചെറിയ സ്ട്രിങ് വെച്ചിട്ട് ഉറപ്പാണ് നിങ്ങൾക്ക് ആംബിഗ്വിറ്റി പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനിനി അടുത്തൊരു സ്ട്രിങ്ങും കൂടി ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. ഏതായിരുന്നു? ABA BA. അതൊന്ന് നോക്കുകയാണ്. ABA BA. ഈ സ്ട്രിങ് വെച്ച് വല്ലതും നടക്കുമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനും റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും നമുക്ക് നോക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ആദ്യം S gives SBS. ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനാണ് ആദ്യം ചെയ്യാൻ പോണത്. അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ. അപ്പോൾ ഞാൻ ഇവിടെ നമുക്ക് ABA BA എന്നാണ് കിട്ടണ്ടേ. അതുകൊണ്ട് ഇവിടെ ABA വരണ്ടേ.
അതുകൊണ്ട് ഞാൻ എഗെയിൻ ഈ എസ്സിന് എസ് ബി എസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ ഓൾറെഡി ഉള്ള ബി എസിനെ താഴേക്ക് എഴുതി ബ്രാക്കറ്റിൽ എഴുതി ബൈ യൂസിങ് ദ പ്രൊഡക്ഷൻ എസ് ഗീവ്സ് എസ് ബി എസ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എഗെയിൻ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ എസ്സിന് എനിക്ക് എന്ത് കൊടുക്കാം, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറയുമ്പോൾ എഗെയിൻ ഈ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ഞാൻ എ എന്ന് കൊടുക്കുകയാണ്. എ ബി എസ് ബി എസ് വേർ എസ് ഗീവ്സ് എ. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണം. ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഒരു ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് ഏതാ, ഈ എസ് ആണ്. അപ്പോൾ എ ബി എസ് എന്ന് വന്നു. ഇനി ഈ സൈഡിൽ തന്നെ കൊള്ളിക്കാൻ പറ്റുമോ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എഗെയിൻ ഒരു ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ എന്താ വരിക, എ ഈ എസ്സിനാണ് കൊടുക്കണേ. എ ബി എ ബൈ യൂസിങ് ദ പ്രൊഡക്ഷൻ എസ് ഗീവ്സ് എ. നമുക്ക് എ ബി എ എന്ന് കിട്ടി. അപ്പോൾ ഇതൊരു നമ്മുടെ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ്റെയാണ് ഇത് വരുന്നത്. ഇനി ഞാൻ ഇതേപോലെ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ്റെ ചെയ്യുവാണ്. റൈറ്റ് മോസ്റ്റിൻ്റെ ചെയ്യുമ്പോൾ എങ്ങനെ വരിക, എസ് ഗീവ്സ് എസ് ബി എസ്, ഇത് നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൊഡക്ഷൻ. ആൻഡ് ദെൻ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആകുമ്പോൾ ഏറ്റവും റൈറ്റത്തേൽ കൊടുക്കുക എസ് ബി എസ് എന്ന് വരും. ആൻഡ് ബൈ യൂസിങ് എസ് ഗീവ്സ് എസ് ബി എസ്, ആ പ്രൊഡക്ഷൻ യൂസ് ചെയ്താലാണ് വരിക. ഇനി അടുത്ത സ്റ്റെപ്പിൽ എഗെയിൻ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ കൊടുത്തു. അപ്പോൾ ഏതാ വരിക, വീണ്ടും ഒരു എസ് ഉണ്ട്. അപ്പോൾ എസ് ബി എ എന്ന് കൊടുക്കുക. അപ്പോൾ എസ് ഗീവ്സ് എ എന്നുള്ള പ്രൊഡക്ഷനാണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് ബ്രാക്കറ്റിൽ കൊടുക്കുക. എഗെയിൻ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ കൊടുക്കുമ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത റൈറ്റിലുള്ളത്. എസ് ബി എ എന്ന് വന്നു. ബൈ യൂസിങ് ദ പ്രൊഡക്ഷൻ എസ് ഗീവ്സ് എ. എഴുതുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളും ചെയ്ത് നോക്കുക, ഇല്ലെങ്കിൽ ഡൗട്ടാവും. അപ്പോൾ ഇനി അടുത്ത റൈറ്റിലുള്ളത് ഇവിടെ ഒരു എസ്സും കൂടെ ഉള്ളൂ. അപ്പോൾ ആ എസ്സിനും കൂടെ നമുക്ക് എ എന്ന് കൊടുത്താൽ നമുക്ക് തന്ന സ്ട്രിങ് ആയി എ ബി എ. അപ്പോൾ എസ് ഗീവ്സ് എ എന്ന് കൊടുത്തു. ഇപ്പോൾ ഇനി നിങ്ങൾ ഈ രണ്ട് പ്രൊഡക്ഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മുടെ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ്റെ ഉണ്ട്, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ്റെ ഉണ്ട്. അപ്പോൾ അത് രണ്ടിൻ്റെയും ഫിഗർ ഒന്ന് വരച്ച് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ആദ്യം ഞാൻ ലെഫ്റ്റ് മോസ്റ്റിൻ്റെ വരയ്ക്കാം. ലെഫ്റ്റ് മോസ്റ്റ് എങ്ങനെയാണ് വരച്ചിരുന്നത്, എസ്സിന് എസ് ബി എസ് എന്ന് കൊടുത്തു. ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ എസ് ബി എസ് എന്ന് കൊടുത്തു. ആൻഡ് എഗെയിൻ അടുത്ത സ്റ്റെപ്പിൽ ഇനിയും ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ഏതായിരുന്നു, ഇ എസ് ആയിരുന്നു. സോ ഇവിടെ എ കൊടുത്തു. ആൻഡ് പിന്നെ ഇവിടെ എ കൊടുത്തു, പിന്നെ ഇവിടെ എ കൊടുത്തു. ഇങ്ങനെയാണ് നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ്റെ ട്രീ വന്നത്. അപ്പോൾ ഇതിൽ ഡൗട്ടൊന്നും ഇല്ലയെന്ന് വിചാരിക്കണം, നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയുന്നത് തന്നെയാണ്. ഇനി റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ്റെ ട്രീ എങ്ങനെയാണ് വന്നതെന്നും കൂടെ കാണിക്കാം. എസ് ഗീവ്സ് എസ് ബി എസ്. റൈറ്റ് മോസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഈ റൈറ്റ് സൈഡിലത്തെ എസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ അതിനാണ് ഞാൻ അപ്ലൈ ചെയ്തിരുന്നത് എസ് ബി എസ്. ഇനി ഈ എസ്സിന് എ എന്ന് കൊടുത്തു. സോറി, റൈറ്റ് സൈഡിൽ നിന്ന് വേണ്ടേ, ആദ്യം ഈ എസ്സിന് എ കൊടുത്തു, പിന്നെ ഈ എസ്സിന് എ കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഈ എസ്സിന് എ കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഫിഗർ കണ്ടാൽ തന്നെ അറിയാം, ജസ്റ്റ് മിറർ ചെയ്ത പോലെ ഫിഗർ ഇരിക്കണേ. അപ്പോൾ തന്നെ രണ്ട് തരം ഡെറിവേഷൻ ട്രീസ് ആയി. ഇങ്ങനെ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം ലെഫ്റ്റ് മോസ്റ്റും റൈറ്റ് മോസ്റ്റും ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അധികവും നിങ്ങൾക്കിങ്ങനെ മിറർ ചെയ്ത എഫക്റ്റിൽ രണ്ട് ട്രീസ് കിട്ടാം. അത് കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ വേറെ ഓപ്ഷൻ നോക്കിയാൽ മതി. ഇത് നിങ്ങൾക്ക് എളുപ്പമാണല്ലോ. അപ്പോൾ ഇത് എളുപ്പമുള്ളത് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ രണ്ട് തരം ഡെറിവേഷൻ ട്രീസ് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് ആംബിഗ്വസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം കിട്ടിയാൽ ചെയ്യുക. ഇനി ഇൻ കേസ് അവർ സ്ട്രിങ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ആ ഒരു ഗ്രാമർ വെച്ചിട്ടൊരു സ്ട്രിങ് ഉണ്ടാക്കുക. ഒരു 5 ലെറ്റേഴ്സുള്ള അല്ലെങ്കിൽ 5 ക്യാരക്ടേഴ്സുള്ള ഒരു സ്ട്രിങ് ഉണ്ടാക്കുക, 5 or 6. എന്നിട്ട് ഈ ലെഫ്റ്റ് മോസ്റ്റും റൈറ്റ് മോസ്റ്റും ഒന്ന് ചെയ്ത് നോക്കുക.
അപ്പോഴും സെയിം ആണ് കിട്ടുന്നതെങ്കിൽ മാത്രം നിങ്ങൾ വേറെ ഏതെങ്കിലും മെത്തേഡ് വെച്ചിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ.